പന്തല്ലൂർ ആംബ്രോസ് വളവിന് സമീപത്തെ തേയിലത്തോട്ടത്തിൽ വെച്ചാണ് പുലിയെ മയക്കോടി വെച്ചത്. 2 തവണ വെടിയേറ്റ ശേഷമാണ് പുലി മയങ്ങി വീണത്. തമിഴ്നാട് വനം വകുപ്പിനോടൊപ്പം കേരള വനം വകുപ്പിന്റെ വയനാട് RRT സംഘവും ദൗത്യത്തിൽ പങ്കാളികളായി. മയങ്ങിയ പുലിയെ കൂട്ടിലേക്ക് മാറ്റി ഗൂഡല്ലൂർ DFO ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ വൈകിട്ട് പുലി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് മുതൽ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് പന്തല്ലൂർ സാക്ഷ്യം വഹിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തെരുവിലിറങ്ങി. പുലിയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഈ ആൽക്കൊല്ലി പുലിനെ വെടിവെച്ച് കൊല്ലണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. ജനങ്ങളൊക്കെ കാപ്പാറ്റണം. ജനങ്ങളെല്ലാം ഇപ്പോൾ എസ്റ്റേറ്റ് തോട്ടത്തൊഴിലാളികളാണ്. എല്ലാം പാവപ്പെട്ട ജീവങ്ങളാണ്. അവർക്ക് ഒരു ഇത് വേണം, ജീവിക്കാൻ ഒരു വഴി വേണം. മയക്കൂടി വെച്ച പുലിയെ ആരെയും കാണിക്കാതെ കൊണ്ടുപോയതിനും പ്രതിഷേധമുയർന്നു. ഏറെ നേരം ജനങ്ങൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒന്നും ആഹ്വാനമില്ലാതെ തന്നെ ജനങ്ങളാകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയായിരുന്നു പന്തല്ലൂരിൽ. എല്ലാ മേഖലകളിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. പന്തല്ലൂരിൽ നിന്നും കമൽ, മാതൃഭൂമി ന്യൂസ്.